എല്ലാവർക്കും നമസ്കാരം. ദ എക്സ്പേർട്ട് ഫിസിയോ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചു നേരം ഇരുന്നതിന് ശേഷമോ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴോ കാൽ നിലത്ത് കുത്തുമ്പോൾ അസഹനീയമായ വേദന, ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇത്തരം ഉപ്പൂറ്റി വേദനകളെക്കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം. ഇത്തരത്തിൽ ഉപ്പൂറ്റി വേദന വരുന്നതിൻ്റെ ഏറ്റവും സാധാരണയായ കാരണങ്ങൾ പ്ലാന്റാർ ഫേഷ്യേറ്റിസ്, കൽക്കേനിയൽ സ്പർ എന്നിവയാണ്. ഈ രണ്ട് കാരണങ്ങളും ഒരു വ്യക്തിയിൽ ഒരേ സമയം ഉണ്ടായെന്നും വരാം. ഉപ്പൂറ്റി മുതൽ വിരലുകൾ തുടങ്ങുന്ന ഭാഗം വരെ വ്യാപിച്ചു കിടക്കുന്ന കട്ടി കൂടിയ ഒരു ഘടനയാണ് പ്ലാന്റാർ ഫേഷ്യ. ഇതിനുണ്ടാകുന്ന വേദനയും നീർക്കെട്ടുമാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന രോഗാവസ്ഥ. രാവിലെ ഉറക്കമുണർന്ന ശേഷം കാൽ നിലത്ത് കുത്തുമ്പോഴോ കുറച്ച് കൂടുതൽ സമയം എവിടെയെങ്കിലും ഇരുന്ന ശേഷം നടക്കാൻ തുടങ്ങുമ്പോഴോ ശക്തിയായ വേദന അനുഭവപ്പെടുക, എന്നാൽ നടക്കുന്നതിനനുസരിച്ച് വേദന ക്രമേണ കുറഞ്ഞു വരിക. ഉപ്പൂറ്റിയുടെ എല്ലിൻ്റെ ഭാഗത്ത് നന്നായി അമർത്തിയാൽ വേദന അനുഭവപ്പെടുക എന്നിവയാണ് ഈ അവസ്ഥയുടെ ലക്ഷണങ്ങൾ. ഉപ്പൂറ്റിയിലെ കൽക്കേനിയം എന്ന അസ്ഥിയിൽ നിന്ന് കൂർത്ത മുന പോലെ ഉണ്ടാകുന്ന വളർച്ചയാണ് കൽക്കേനിയൽ സ്പർ. ഇതും ഉപ്പൂറ്റി വേദനയുടെ പൊതുവായ കാരണമാണ്. കൽക്കേനിയൽ ബേഴ്സൈറ്റിസ്, ആക്കിലസ് ടെൻഡിനൈറ്റിസ്, കാൽപാദത്തിലെ ആർച്ചിൻ്റെ ആകൃതിയിലുണ്ടാകുന്ന വ്യത്യാസം തുടങ്ങിയവയെല്ലാം ഉപ്പൂറ്റി വേദനയുടെ കാരണങ്ങളാണ്. അമിതമായ ശരീരഭാരം, ഹൈ ഹീൽ ചെരുപ്പുകളുടെ സ്ഥിരമായ ഉപയോഗം, കാൽസ്യം മെറ്റബോളിസത്തിലെ തകരാറുകൾ, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, യൂറിക് ആസിഡ് നിലയിലെ വ്യതിയാനങ്ങൾ, മറ്റു വാതസംബന്ധമായ രോഗങ്ങൾ എന്നിവ ഉപ്പൂറ്റി വേദന വിട്ടുമാറാതെ നിൽക്കുന്നതിന് കാരണമാകുന്നു. ഇതിലേതാണ് നിങ്ങളുടെ ഉപ്പൂറ്റി വേദനയുടെ കാരണമെന്ന് കണ്ടെത്തിയ ശേഷം നീർക്കെട്ടും വേദനയും കുറയ്ക്കുന്നതിനുള്ള ചികിത്സ ആരംഭിക്കാവുന്നതാണ്. മരുന്നുകളോടൊപ്പം വ്യായാമവും ഇത്തരം രോഗാവസ്ഥകളിൽ അനിവാര്യമാണ്. വേദന ലഘൂകരിക്കാനായി വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് കാൽപാദങ്ങൾ മുന്നിലേക്കും പിന്നിലേക്കും ചലിപ്പിക്കുക. ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ തണുത്ത വെള്ളവും ഐസും കൂടി നിറച്ച ശേഷം വേദനയുള്ള കാലിൽ ആ കുപ്പി ഉപ്പൂറ്റിയിൽ നിന്ന് കാൽവിരലുകൾ വരെ തണുപ്പ് കിട്ടുന്ന വിധം ചിത്രത്തിൽ കാണുന്ന രീതിയിൽ ഉരുട്ടുക. ഇങ്ങനെ ഐസ് നിറച്ച കുപ്പിക്ക് പകരം ഫോം റോളറോ ചെറിയ ബോളോ ഉപയോഗിക്കാവുന്നതാണ്. 5 മിനിറ്റോളം ഈ വ്യായാമം ചെയ്യുന്നതിലൂടെ പ്ലാന്റാർ ഫേഷ്യയ്ക്ക് അയവ് വരുന്നു. ശരീരഭാരം കാൽപാദത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ക്രമീകരിക്കുന്നതിനായി മൈക്രോ സെല്ലുലാർ റബ്ബർ ചെരുപ്പുകൾ ഉപയോഗിക്കാം. വീട്ടിനുള്ളിൽ നടക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും ഇത്തരം ചെരുപ്പുകൾ തന്നെ ഉപയോഗിക്കാം. ഉപ്പ് ചേർത്ത ചൂടുവെള്ളത്തിൽ 3 മിനിറ്റ് വേദനയുള്ള കാൽ മുക്കി വെച്ച ശേഷം 1 മിനിറ്റ് തണുത്ത വെള്ളത്തിൽ കാൽ മുക്കി വയ്ക്കാം. ഇങ്ങനെ മാറി മാറി 5 തവണ ചെയ്യുക. ദിവസം 2 നേരം ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിനെ കോൺട്രാസ്റ്റ് ബാത്ത് എന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ വേദനയിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. മരുന്നുകളോടൊപ്പം നീർക്കെട്ടും വേദനയും കുറയ്ക്കുന്നതിനായി നിങ്ങൾക്ക് അംഗീകൃത യോഗ്യതയുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ വ്യായാമ രീതികളും ചികിത്സയും സ്വീകരിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.